ഹായ് ഹലോ. കുറേ ദിവസമായി ഞാൻ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. എടുക്കാൻ നല്ല മടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ എന്തായാലും ഇന്നൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് പ്ലാൻ ചെയ്ത് ക്യാമറ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നും ചെയ്യാറുള്ള പോലെ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണം. ഇന്നൊരു വീട്ടിലുള്ള ദിവസമാണ്, കുറച്ചധികം പണികളുള്ള ദിവസമാണ്. അപ്പോൾ എന്തായാലും ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണം. ആസ്ഫ എണീറ്റിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കാം. ഈ ഒരു ഭാഗമൊന്നും ഞാൻ സാധാരണ ഷൂട്ട് ചെയ്യാറില്ല, ഓപ്പണിങ്ങും, കാരണം ഇതൊക്കെ മുന്നേ തുറന്നിട്ടുണ്ടാവും. ഇന്ന് ഞാനാണ് തുറക്കണത്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ദിവസം മഴ തുടർന്നപ്പോൾ മുറ്റത്തൊക്കെ ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. പുല്ലൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഗാർഡനൊക്കെ ഒന്ന് അടിപൊളിയാക്കണം. ഒരുപാട് പുല്ലൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ കുറച്ചധികം ടൈം വേണമല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും ആ ഒരു പണിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചായ കുടിച്ചിട്ട് ഇറങ്ങാം. ഇപ്പോൾ ഒരു സമയം 7 മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് നല്ല ലൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് ഞാൻ ഷോർട്ടാക്കി എടുത്തത്. അപ്പോൾ എന്തായാലും മുട്ട പുഴുങ്ങി അലക്കാനിട്ടിട്ട് വേണം നമുക്ക് മുറ്റത്തെ കുറച്ച് പണികളൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്യാമറ ഓഫ് ചെയ്യാണ്, എൻ്റെ പണി നടക്കില്ല. മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്നാൽ ഈ ഒരു ഗാർഡൻ്റെ പണിയൊക്കെ നമുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം അപ്പോഴും ഓട്ടോമാറ്റിക്കലി പുല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ പറിക്കും തോറും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഒഴിവുണ്ടല്ലോ, അപ്പോൾ ഇന്ന് ആ ഒരു പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പിന്നെ ഇന്നലത്തെ ബീഫ് കറിയാണ് കേട്ടോ. രാവിലെ തന്നെ കിച്ചണിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതോടുകൂടി തന്നെ ഉച്ചക്കലത്തെ പരിപാടിയും കൂടെ കഴിക്കാനാണ് എനിക്കിഷ്ടം. കിച്ചൻ്റെ പണി രാവിലെ തന്നെ തീർക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ആ ഒരു ടൈമിലൊന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ആസ്വദിച്ചിട്ട് കുറച്ച് നേരം ചെസ്സൊക്കെ കളിച്ചു. അവരായിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു ടൈം നമ്മൾ അവർക്ക് തന്നെ ഇരിക്കണം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ തുറക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെട്ടടാനും ഒക്കെ ഉണ്ട്, ഒന്ന് സെറ്റാക്കി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് ബുക്കുണ്ട്, 5ാം ക്ലാസ്സിലെത്തി. അപ്പോൾ അതുകൊണ്ട് 4, 5, 6 സബ്ജക്റ്റ് കാണിക്കുന്നുണ്ട്. ഇനിയും കിട്ടാനുണ്ടെന്ന് പറയുന്നുണ്ട്, ഇതൊക്കെയൊന്നും അറിയില്ല. പിന്നെ ഒപ്പം ഒരുപാട് നോട്ട് ബുക്ക് നമ്മൾ എക്സ്ട്രാ സെറ്റാക്കി വെക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് നമുക്ക് ചെക്കിട്ടിട്ട് ഇന്ന് അവർക്ക് പോകാനുള്ളതെല്ലാം റെഡിയാക്കി ഇന്ന് സെറ്റാക്കി വെക്കണം. യൂണിഫോമൊക്കെ ഓൾറെഡി അടിച്ച് റെഡിമെയ്ഡാണ് മേടിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അഴഞ്ച് ചെയ്യാനൊന്നുമില്ല, നാളെ മുതലുണ്ടാവും. അപ്പോൾ നാളെ ഹാഫ് ഡേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് ചെട്ടിട്ടിട്ട് വരാം. ഞാൻ പഠിക്കുന്ന ടൈമിൽ എൻ്റെ അനിയൻ്റെതൊക്കെ ഞാൻ തന്നെയാണ് ചെട്ടിട്ട് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് ചെയ്യാനും നല്ല അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇവരതും ചെയ്യുമ്പോൾ അതൊക്കെ ഞാൻ ഓർക്കുന്നു. ഞാൻ ആലോചിക്കുന്നുണ്ട്, ഒരുവിധം എല്ലാ വീട്ടിലും ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ പരിപാടി. കാരണം ചെട്ടിടുന്നു, ബാഗ് റെഡിയാക്കുന്നു, എല്ലാം സെറ്റാക്കി വെക്കുന്നു. കാരണം നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ. അപ്പോൾ ഇന്നായിരിക്കും കൂടുതൽ അറേഞ്ച്മെൻറ്റ്സ് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കുക. ലാസ്റ്റ് ഇയർ ഞാൻ നെയിം സ്ലിപ്പ് ഹസ്ബൻഡ് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ട് ഒരു പിക്ചേഴ്സ് ഒന്നും ഇല്ലാത്തൊരു നെയിം സ്ലിപ്പാട്ടോ സെറ്റാക്കി എടുത്തത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം അത് പോട്ടെ. അങ്ങനെ ഒരുവിധം എല്ലാം ചെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതോടുകൂടി കഴിഞ്ഞു. ഇനി കുറച്ച് വേറെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഒരുപാട് നീളുന്നില്ല, കാര്യമായിട്ട് കണ്ടന്റ് ഒന്നുമില്ല. എന്നാലും ഞാൻ എൻ്റെ ചെറിയൊരു ടൈം മൈ ലൈഫാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.